ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കരഞ്ഞു പോയൊരു ദിവസമായിട്ടെന്ന്. രാവിലെ തന്നെ എണീറ്റപ്പോൾ ഇന്ന് ഓക്കെ അല്ല, ഇന്ന് വീക്കാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ്. കുറേ ദിവസമായിട്ട് ഇത് വിചാരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ നോ പറയാനും പോയില്ല. കാരണം പിന്നെ ഇത് നടക്കണമെങ്കിൽ കുറേ ദിവസം പിടിക്കും. ടാങ്കിൻ്റെ അകമൊക്കെ ഫുള്ള് ചെളിയാണ്, ടാങ്കിൻ്റെ പുറത്ത് ഫുള്ള് പൊടിയാണ്. അപ്പോൾ വർഷാക്കൊന്ന് കുറച്ച് നേരത്തെ തന്നെ പരിപാടികൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. മക്കൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളെ മാത്രമേ ഇതിനുള്ളിൽ ഇറക്കാൻ പറ്റുള്ളൂ. ഫുള്ള് ചളിയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ടാങ്കിൽ പകുതി വെള്ളം ഉണ്ടായിരുന്നു. ടാപ്പൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് ബക്കറ്റുകളൊക്കെ നിറച്ചു, കുറച്ച് വെറുതെ കളഞ്ഞു. അങ്ങനെ ടാങ്ക് കാലിയാക്കിയതിന് ശേഷമാണ് കുട്ടികളെ അതിലേക്ക് ഇറക്കിയത്. 2 പേരുണ്ട് കേട്ടോ ടാങ്കിൻ്റെ ഉള്ളിൽ. അപ്പം എന്താ പറയുക, സ്കൂളൊന്നും ഇല്ലെന്ന്, അതുകൊണ്ടാണ് മക്കളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് തിരിയണത്. മക്കൾക്ക് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കാണുന്നതും നമുക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും ഈ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നടക്കട്ടെ എന്ന് കരുതി. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്, അതിന് മുന്നേയായിട്ട് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ടെറസിന് മേലെ തന്നെ തുടങ്ങാമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ടാങ്കാണ് ക്ലീൻ ചെയ്തത്. പിന്നെ ഇനിയിപ്പോൾ ടെറസൊന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വെയിലൊക്കെ നന്നായിട്ട് ഉദിച്ച് വരുന്നുണ്ട്. നല്ലൊരു തണുപ്പും കാറ്റും വെയിലും എല്ലാം കൂടിയുള്ളൊരു കാലാവസ്ഥയുണ്ടെന്ന്. ടാങ്ക് ക്ലീൻ ചെയ്യണവർക്ക് ഫുഡൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അർഷാക്കും സയാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സയാൻ്റെ വീട്ടിലെ ടാങ്കാണല്ലോ, അതുകൊണ്ട് ഓനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. വെറുതെ പറയാണ്. ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടാണ് മേലേക്ക് കയറിയത്. ഞാൻ കഴിക്കാതിരുന്നപ്പോഴേക്കിനും ഹൈസു എണീറ്റു. പിന്നെ ഓൻ്റെ പല്ലൊക്കെ തേച്ച് ഓനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഓനക്ക് കഴിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വിശന്നിട്ടില്ലേ, വയറിനകത്തുനിന്ന് സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കേട്ടോ കുടിച്ചത്. ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് മേലെ പോയി നോക്കിയപ്പോൾ ഇതേ ടാങ്കിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത് കണ്ടപ്പോൾ ഒരു ചെറിയ സമാധാനം. അങ്ങനെ ഇത് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മക്കൾ കയറി ഇറങ്ങി സ്റ്റെപ്പും വീടിൻ്റെ അകമൊക്കെ ആകെ ടെറസിൻ്റെ മേലുള്ള അട്ടപ്പാറലുണ്ടല്ലോ, അതാണ്. അവർ ടാങ്ക് കഴുകണ സമയത്ത് ഞാൻ എൻ്റെ അലക്കാളതൊക്കെ അലക്കിട്ടോ. വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് കരുതി. ഉള്ളിലൊരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല, കാരണം വെള്ളമല്ല. അതുകൊണ്ട് അടിച്ചു വരാനോ പാത്രം കഴുകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് നമ്മൾ പിടിച്ചു വെച്ച വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അലക്കിയത്. ഇന്ന് ഒരുപാടും ഇല്ല, എന്നാൽ കുറവുമല്ല കേട്ടോ. അങ്ങനെയായിരുന്നു അലക്കാണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പം ഇന്നിപ്പോൾ ഐസൂനില്ലേ ഭയങ്കര കരച്ചിൽ. ചില സമയത്ത് കുട്ടി എന്തിനാ കരയണമെന്ന് കുട്ടിക്കും അറിയില്ല, എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു നോക്കും, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും. പക്ഷേ ആ കരച്ചിൽ കൂടുകയെന്നല്ലാതെ കുറയില്ല. അങ്ങനെ കുറേ സമയം ഓൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ സമയം പോയിട്ടോ. അവസാനം ഉറക്കാനുള്ളൊരു തത്രപ്പാടിലായി. ഉറക്കം വന്നിട്ടൊന്നുമല്ല, കരഞ്ഞിട്ട് ഞാൻ കുറേ ടാട്ടിയിട്ടാണ് ഓൻ ഉറക്കത്തിലേക്ക് വീണത്. അങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിന് കിടന്നുറങ്ങുകയാണ്. ഇതിപ്പോൾ ഈ പൊസിഷൻ മാറ്റിയാലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഉണരും. അങ്ങനെ കൊട്ടി ഉറക്കി. ഹൈസ് ഉറങ്ങിയപ്പോൾ ഇക്കും അവിടെ കിടന്നുറങ്ങാനാണ് തോന്നിയത്. വയ്യാത്തതുകൊണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ വന്നപ്പോൾ എല്ലാ പാത്രവും പരന്ന് എല്ലായിടും ആകെ കുഴപ്പമായിട്ടാണ് കിടക്കണത്. എല്ലാം കൂടെ കണ്ടപ്പോൾ ആകെ ഒരു സങ്കടമായിട്ടോ. ഇവിടെ ഞാൻ ഇസൂന് കഴിക്കാൻ കൊടുത്ത ഇഡ്ഡലിയാണ്. ഒരു പൊട്ട് തിന്നിട്ട് ബാക്കി അതേപോലെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വാരി കൊടുക്കാനും എനിക്ക് പറ്റിയില്ല കേട്ടോ. എന്തായാലും ഓന് കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കുകയാണെന്ന് പറഞ്ഞ് വരും. അപ്പോൾ വേറെ എന്തെങ്കിലും കൊടുക്കണം. ഇവിടെ ഒരാൾ എത്തി നോക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഇവിടെ കഴിക്കാണ്ടോ എന്ന് അറിയാൻ വന്നിക്കാവും കേട്ടോ. അങ്ങനെ ഞാനത് ഉപ്പിൻ്റെ പാത്രമൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് എവിടെയെന്ന് എനിക്കറിയില്ല. പേസ്റ്റ് ബ്രഷൊക്കെ അടുക്കളയിലായിരിക്കണേ. ആദ്യം തന്നെ ഞാൻ ചെയ്തത് എല്ലായിടും അടുക്കി പെറുക്കി അതാത് സ്ഥാനത്ത് വെച്ച് ഒന്ന് അടിച്ച് വാരിയിട്ടു കേട്ടോ. അപ്പോഴന്നെ ഒരു സമാധാനം കിട്ടും. എല്ലായിടും കാണുമ്പോൾ നമുക്കൊരു വൃത്തിയിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. എനിക്ക് അങ്ങനെയാണ്. നമുക്ക് വയ്യെങ്കിൽ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും കൂടെ ഇങ്ങനെ അലസമായി കിടന്നു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ ഡൗൺ ആവും. അപ്പോൾ ആദ്യം വയ്ക്കണ പോലെ ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് എല്ലായിടും ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ നോക്കുകയാണ്. ഇന്ന് വയ്യാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ മൊത്തത്തിൽ നേരം വൈകിയ ദിവസമായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ ഉച്ചയ്ക്ക് കർഷകർക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ മുന്നിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ വെള്ളം പൈപ്പിൽ രാവിലെ തൊട്ട് ഉണ്ടായിരുന്നില്ല. ഇത് ലൈൻ പൈപ്പാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ വെള്ളം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കുടം കൊണ്ട് പോയിട്ട് അതൊന്ന് നിറച്ച് വെച്ചേ. ഇനി നമുക്ക് കൂട്ടാനും ഒക്കെ ഒന്ന് റെഡിയാക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നപ്പോൾ കറണ്ട് പോയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓഫായിട്ടുണ്ടായിരുന്നു. 1200 കിടക്കണത് അമർത്തി ഞാനൊരു 2000 എത്തിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഒരു ധൃതി. പക്ഷെ എൻ്റെ ധൃതി, അതായത് നമ്മുടെ മനസ്സിൻ്റെ വേഗത കയ്യിന് കിട്ടുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കറി വെക്കാൻ എടുക്കുന്നത് പടവലങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് പരിപ്പിട്ട് വെക്കാമെന്ന് കരുതി.
അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാണ്. സത്യം പറഞ്ഞാൽ അത് 2-3 ദിവസമായി ഫ്രിഡ്ജിലിരിക്കണു. ഇനിയും വെച്ച് കഴിഞ്ഞാൽ വാടിയിട്ട് ഒന്നിനും പറ്റാതെയാവും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മേലും കൈയും ഭയങ്കര വേദന, പിന്നെ ബാക്ക് പെയിൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈം നിന്ന് കഴിഞ്ഞാൽ കാലൊക്കെ കടയും. എനിക്കാണെങ്കിൽ ഷുഗർ കുറയാണോ അതോ പ്രഷർ കുറയാണോ എന്നറിയില്ല. ഇങ്ങനെ ഒരു ക്ഷീണം, തളർച്ച, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. വൈകിട്ട് പോലെ കുറച്ച് പണികളൊക്കെ തീർത്തപ്പോഴേക്കിനും ഒരാളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. എന്നെ കുറച്ച് നേരം എടുത്ത് ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓനെ എടുത്തിട്ട് ഓനെ നോക്കണം എന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു ടൈമില്ല. അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇരുത്തുമ്പോൾ എനിക്ക് പാവം തോന്നും കേട്ടോ. ഓനക്കാണെങ്കിൽ ഞാൻ എടുക്കണം എന്നുള്ള ഒരു മൈൻഡാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നും എനിക്ക് വയ്യ, ഓനക്കും ഇതേപോലെ ജലദോഷവും ചുമയൊക്കെയാണ്. അങ്ങനെ വയ്യാത്തൊരു മൂടാകുമ്പോൾ കുട്ടികൾക്കൊരു അസ്വസ്ഥതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ എടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡാണ്. അതുകൊണ്ട് ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിലും എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ അങ്ങനെ ഓരോന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് കയ്യിന് ഒഴിവില്ല. ഞാൻ കഷ്ണങ്ങളൊക്കെ കറിക്കുള്ളത് അരിഞ്ഞ് വെച്ചപ്പോഴേക്കും ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റി ഞാൻ ആ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കറിയുടെ. ഇനിയിപ്പോൾ അങ്ങനെ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ചെയ്യാനൊന്നും പറ്റൂല. ഹൈസുള്ളിൽ സ്റ്റെയർ കയറിപ്പോവോ, ടേബിളിൽ കയറിയിരിക്കുമോ, സെറ്റിയിൽ ചവിട്ടിയിട്ട് മെഷീനിൽ കയറിയിരിക്കുമോ, ജനൽമ കയറിപ്പോവോ എന്നൊക്കെ അങ്ങനെ മനസ്സിലിങ്ങനെ വരും കേട്ടോ. അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കണം. അതിൻ്റെ ഇടയിൽ വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് കത്തിക്ക് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടല്ലോ, ലൈക്ക് കത്തിനെ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം കരയണത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എടുത്തിങ്ങനെ ഇരുന്നാൽ ചില സമയത്ത് അവൻ്റെ പ്രാന്തൊക്കെ മാറും, പക്ഷെ അതിനുള്ള ടൈം ഒക്കെ കിട്ടില്ല. എന്നിട്ട് എപ്പോഴെങ്കിലും കുട്ടി ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ എടുത്തില്ലല്ലോ, ഞാൻ നോക്കിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു സങ്കടങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വരും കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ആളെ തല്ലിയിട്ടൊന്നുമില്ല. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നല്ല ദേഷ്യം വരും. അതായത് ചിലപ്പോൾ നല്ലോണം ദേഷ്യം വരുമ്പോൾ എനിക്ക് കുട്ടീനോട് ഈറയൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ എന്ത് അമ്മയാണ്, എനിക്ക് എന്തിനാ അതിനോട്ട് ദേഷ്യം വരുന്നത്, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നമ്മളുടെ ഓരോരോ അവസ്ഥകളല്ലേ അല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡ് പല പോലെ ആവുമ്പോൾ നമ്മുടെ ചിന്തകളും പല പോലെയാവും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരാളില്ലേ, ഞാൻ പാത്രം കഴുകാൻ വേണ്ടി കുറച്ച് ഫെയറിയുടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇങ്ങനെ എത്തി വലിഞ്ഞിട്ട് തട്ടി കുറച്ച് വായക്കകത്തും പോയിട്ടുണ്ട്, ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വല്ല വയറിന് എന്തെങ്കിലും പ്രശ്നം വരുമോ അറിയില്ല. എന്തായാലും എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഓനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സിങ്ക് ഫുള്ള് പാത്രം കഴുകാണ്ട്, അതിനാണെങ്കിൽ ഒരാളൊക്കത്ത് കയറി ഇരിക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓനല്ലേ അവിടെ ഇരുത്തിയിട്ട് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി വന്നു കേട്ടോ. ഇതിൽ രാവിലത്തെ മുതലുള്ള പാത്രമുണ്ട്. ഇപ്പോഴാണ് ഇത് കഴുകാൻ സമയം കിട്ടിയത്. ഞാൻ മെയിനായിട്ട് ഇത് മൈൻഡ് ആയിട്ടിരുന്നത് എന്താ വെച്ചാൽ ബാക്കിയുള്ള എല്ലായിടവും ക്ലീൻ ആക്കിയിട്ട് ഇത് കഴുകാൻ നിൽക്കാൻ വിചാരിച്ചു. ഇതാകുമ്പോൾ സിങ്കിൽ ഇങ്ങനെ കിടന്നോളുമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഹൈസ് ഉണർന്നിരിക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്ന പണികളാണ് ഈ പാത്രം കഴുകലൊക്കെ. അതുകൊണ്ട് ഞാൻ പാത്രം കഴുകണത് അവിടെ ഇങ്ങനെ ഡിലേ ആക്കി ഇട്ടതാണ്. അപ്പം ആളിപ്പോൾ എന്തായാലും വണ്ടിമ്മ കൂടിയിട്ടുണ്ട് കേട്ടോ. ആ വണ്ടിക്കകത്ത് കുറച്ച് നേരം കളിക്കുള്ളൂ. എന്ത് സാധനവും കുറച്ച് സമയം പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ അതും എടുക്കും. അപ്പോൾ അതേ പടവലങ്ങ കറി ഞാൻ പരിപ്പും പടവലങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് തേങ്ങയും ചെറിയ ജീരകം അരച്ച് ചേർത്താണ് കേട്ടോ. തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് ചേർത്താണ്. അങ്ങനെ അത് തിളക്കാൻ വേണ്ടി വെച്ചപ്പോഴേക്കിനും വീണ്ടും കറണ്ട് പോയി. അപ്പോൾ ഞാനെടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താ അറിയില്ല, കറണ്ട് വരും പോവുകയാണ്. അതുകൊണ്ട് പണികൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈറൊക്കെ വരുന്നുണ്ട്. അതേ ഇനി കറി നമുക്കൊന്ന് കടുക് പൊടിച്ചും കൂടി എടുത്താൽ മതിയേ. നല്ല ടേസ്റ്റാണ് ഈ കറി. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് റിസ്ക്കുള്ള പണി തേങ്ങ ചിരവുക എന്നുള്ളതാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ വേറെ റിസ്ക്കുള്ള പരിപാടികളൊന്നുമില്ല. എന്തായാലും കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ചോറൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമായി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾ റെസ്റ്റ് എടുക്കൽ നടത്തിയിട്ട്. അപ്പോൾ വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും അത് അവിടെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ ടാസ്ക് എന്താ അറിയോ, ഈ മീനൊന്ന് ക്ലീൻ ആക്കലാണ്. രാവിലെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ വിട്ട് കുറേ നേരമായി. അങ്ങനെ ഒരു മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഞാൻ ഈ മീനൊന്ന് നേരാക്കി കഴിഞ്ഞത്. ആകെ കൂടെ അങ്ങോട്ട് ചടച്ചു മീൻ നേരാക്കൽ കഴിഞ്ഞപ്പോഴേക്കിനും. മുതും കാലൊക്കെ വേദനിച്ചിട്ടില്ലേ, ഉറക്കമൊക്കെ വന്നു എനിക്ക്. അങ്ങനെ അതൊക്കെ മസാലയൊക്കെ വെച്ച് ഞാൻ ചോറ് എടുത്തുട്ടാ. കാരണം തീരെ വെന്തുണ്ടായിരുന്നില്ല നേരത്തെ നോക്കിയപ്പോൾ. നന്നായിട്ട് വേവട്ടേന്ന് കരുതി. വെന്തിട്ടില്ലെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ ചോറും കൂടെ കൊട്ടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആ മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നാലും മസാലയും
ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ ചട്ടി വെച്ചിട്ട് അത് പൊരിക്കാൻ നിൽക്കുകയാണ്. ഈ ചട്ടി ഇങ്ങനെ വെക്കുന്നത് റിസ്ക്കാണ് കേട്ടോ, കാരണം ഹൈസ് വന്നിട്ട് അതിൻ്റെ വാല് പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഞാൻ ചെരിച്ചിട്ടാണ് വെക്കൽ. ഇപ്പം ഞാൻ നിൽക്കണോണ്ട് അങ്ങനെ വെക്കുകയാണ്. പക്ഷേ ചില സമയത്ത് ഞാൻ മറക്കും കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഇത്രയും ഇത് ഇങ്ങനെ പിടിക്കാൻ വരുമ്പോഴത്തേന് ഞാൻ കാണാറുണ്ട് കേട്ടോ. പഠിച്ചവൻ എപ്പോഴും അതേപോലെ അപകടങ്ങളൊക്കെ പെട്ടെന്ന് കണ്ണിൽ കാണിച്ചു തരട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. നമ്മൾ മനുഷ്യന്മാരല്ലേ, മറക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മറക്കാതിരിക്കാനും മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതേ മീനൊക്കെ മാക്സിമം കൊള്ളണതെല്ലാം കൂടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ അർഷാക്ക് വന്നിട്ടുണ്ട്. ആളടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഇറയിലെ മൊത്തം പോയിരിക്കുകയാണ്, എനിക്ക് നന്നായിട്ട് കുഴങ്ങുന്നുണ്ട്, അപ്പോൾ മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഡുവൊക്കെ വാങ്ങിയിട്ടാണ് ആൾ വന്നത്. ഉച്ചക്ക് ഫുഡൊക്കെ എല്ലാവർക്കും ആ ഒരു കറക്റ്റ് സമയത്ത് കൊടുത്തപ്പോൾ എനിക്ക് സമാധാനം. അത്രയും നേരം പൊരിഞ്ഞിട്ട് ആ ഒരു ടൈമിലായിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലായിടും ഒന്നുകൂടെ അടിച്ച് വാരി നന്നായിട്ടൊന്ന് തുടച്ചിട്ടു കേട്ടോ. ഇന്നിപ്പോൾ നല്ലോണം നേരം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുന്നത്. അപ്പോൾ തുടക്കൽ കഴിഞ്ഞാൽ ഐസുദ്യാൻ ഇങ്ങനെ നടന്നോളും, എനിക്കിങ്ങനെ പാത്രം കഴുകാമല്ലോ. അപ്പോൾ തുടക്കണ സമയത്ത് ഐസുദ്യാൻ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുടച്ച് തീർത്തു. ഈ പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചവരെയുള്ള എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും അർഷാക്കും ഹൈസുവിനെ ആട്ടി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അർഷാക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നാൽ കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പാണ്. കാരണം കുട്ടീനെ ആയാലും എന്താണെങ്കിലും ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഒരു സമാധാനമാണല്ലോ. ആ അർഷാക്ക് വരാത്ത ദിവസങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു. പിന്നെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈകുന്നേരമായിട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. താഴത്തുനിന്ന് മത്തനും കൊണ്ട് പായസം ഉണ്ടാക്കുമല്ലോ, അത് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതായത് മൂത്തച്ചിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കുട്ടികൾ കുടിക്കുന്നുണ്ട് അവിടെ. എനിക്ക് ചായ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. അതിന് മുന്നായിട്ട് ഇത് ഐസൂനുള്ള പാലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ അവനക്ക് പാലും എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഐസൂനും ഇസൂനും ഉള്ള പാലാണ് ഇപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ പാൽ ചായയിലും പാലായാലും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കും ചായ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇനി പാലൊന്ന് ചൂടാറുള്ള ക്ഷമയൊന്നും ആൾക്കില്ല കേട്ടോ. എന്തെങ്കിലും കണ്ടാണ്ടല്ലോ അതിങ്ങനെ തട്ടിന് മറിച്ചിന് കളയണം എനിക്ക്, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ സ്വിച്ച് ഇടാനും കെടുത്താനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടന്ന് സ്വിച്ച് ഇടലാണ് പണി. അങ്ങനെ ഈ ഐസൂന് പാലെടുത്ത് തിരിഞ്ഞിട്ട് ഒന്നിങ്ങോട്ട് ശ്വാസം വിട്ടപ്പോഴേക്കും അടുത്ത പണി വന്നു. ഇസുവിൻ്റെ പാൽ ഇസു മധുരം കുറവാണെന്നും പറഞ്ഞിട്ട് മധുരം ഇടാൻ വേണ്ടി വന്നതാണ്. അത് തട്ടി മറിച്ച് ഫുള്ള് കളഞ്ഞു കേട്ടോ. പാലാണെങ്കിൽ നിലത്ത് വീണിട്ട് എങ്ങോട്ടൊക്കെ തെറിച്ചിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലായിടത്തും കാണാണ്ട് ഓരോ വെള്ളക്കുത്ത്. അങ്ങനെ കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ടില്ലേ ഞാനത് തുടച്ചെടുത്തു. കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നെങ്കിലും ഞാനത് എന്താ പറയുക, ആ ഒരു മൈൻഡിൽ കൂളായിട്ടാണ് വിട്ട്. ഞാൻ എന്തായാലും ഇപ്പം ഞാൻ തന്നെ ചെയ്യണം, പിന്നെ ഇപ്പോൾ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ ക്ലീനാക്കിയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കണ്ടായിരുന്നു, അവിടുന്ന് ഇവിടുന്ന് നമുക്ക് പെറുക്കിയെടുത്ത് കൊടുന്നു. ഇവിടെയൊക്കെ മിഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് നേരവും തുണികളാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അതിൻ്റെ മേലെ കൊടുന്നിടും. ഞാനാണ് ഇപ്പോൾ ഇതൊക്കെ കൊടുന്നിട്ടത്. അങ്ങനെ ഇതെല്ലാം മടക്കി വെക്കുകയാണ്. ഞാനിതൊക്കെ മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐസ് വന്നിട്ട് വലിച്ചുണ്ടോ കേട്ടോ. അതുകൊണ്ട് ഓൻ എവിടുന്നെങ്കിലും പാറി വരുമ്പോഴത്തേനും അത് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. ഇന്നത്തെ ദിവസം ഒരു 6 മണി ആയപ്പോഴേക്കിനും എൻ്റെ കംപ്ലീറ്റ് എനർജിയും പോയി. ഞാൻ ആ തലക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞല്ലേ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഓളത്തിലും താളത്തിലും ഇങ്ങനെ പോവാണ് കേട്ടോ. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയത് നമുക്കിങ്ങനെ പോവാല്ലേ. ഇവിടെ ഒരാൾ നല്ല വായനയാണ് കേട്ടോ. ആനനെ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആന അറിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഓനവിടെ ഇരിക്കൊണ്ട് എൻ്റെ വൈകുന്നേരത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.